ഹലോ ഗേയ്സ്, അപ്പോൾ ഹാപ്പി വിഷു. ഇപ്പോൾ എൻ്റെ അത്ത ഇന്ന് മരിച്ച ദിവസമാണ്. ഇപ്പോൾ അത്ത മരിച്ചിട്ട് ഏകദേശം ഒരു 29 വർഷമായിട്ടാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് 10 മാസമുള്ളപ്പോഴാണ് എൻ്റെ അത്ത മരിച്ചു പോയത്. അപ്പോൾ അണ്ണനും മദിനിയും മക്കളും എല്ലാം വന്നിരുന്നു. അവിടെ ഇരുന്നത് വലിയ അണ്ണനായിരുന്നു. എൻ്റെ അണ്ണൻ സൗദിയിലാണ്. അപ്പോൾ മധുകുത്ത് വയ്ക്കാൻ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ നല്ല ഭാഗ്യത്തിന് മധുകുത്ത് വയ്ക്കുമ്പോൾ ഞാൻ നന്നാവണ കാരണം കൊണ്ട് അമ്മ എനിക്ക് ഇടയ്ക്ക് ഇപ്പോൾ പണി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ തരുന്ന പണി ആയതുകൊണ്ട് നമ്മൾ സ്വീകരിക്കാണ്ടും പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കണമല്ലോ അല്ലേ. നമുക്കെല്ലാത്തിനും ഓടി വരുന്നത് നമ്മുടെ അമ്മയാണല്ലോ. അപ്പോൾ ഞാൻ വേഗം ആ പണികളൊക്കെ കഴിച്ച് വെച്ചിട്ട് നമ്മുടെ മണീനെയും ദാദിമേനൊക്കെ കുളിപ്പിക്കണം. ഇന്ന് സവിതക്കുട്ടി ലീവാണ്. അപ്പം ഞാനെല്ലാം അടുപ്പിച്ച് വെച്ചിട്ടാണ് ഞാൻ പോയി പണികൾ കഴിക്കാൻ വേണ്ടി പോയത് കേട്ടോ. അത് കഴിഞ്ഞതേ നമ്മുടെ മണിക്കുട്ടൻ്റെ വിശേഷം. പിന്നെ അതെന്ന് വെച്ച് അപ്പോൾ സബിതക്കുട്ടിയുടെ വക സബിതക്കുട്ടി വിഷുവായിട്ട് സുന്ദരിക്കുട്ടിയായി വന്നിട്ട് ഞങ്ങൾക്ക് പായസമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദാദിമേനെ പിന്നെ ഞാൻ തന്നെ ഇന്ന് കുളിപ്പിച്ചു. വിഷു സബിതയ്ക്ക് ഇന്ന് ലീവാണ്. ഞാനെല്ലാം റെഡിയാക്കി അടുപ്പിച്ച് വെച്ചതിന് ശേഷമാണ് മണീനെ ദാദിമേനൊക്കെ കുളിപ്പിക്കാൻ പോയത് കേട്ടോ. ഒരു 11:30 ചോറ് വെച്ചാൽ മതി എന്ന് വിചാരിച്ചു. നമ്മുടെ പൂച്ചക്കുട്ടികൾക്കുള്ള ഭക്ഷണം കൊടുത്തു. പൂച്ചക്കുട്ടികളവിടെ കാവലിരിക്കണ്ടേ. മധുപൂത്തൊക്കെ റെഡിയായി ഞാൻ കുളി കഴിഞ്ഞതേ നമ്മുടെ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി. അപ്പോഴേക്കും മണ്ണൻ ഓതി കഴിഞ്ഞ് നമ്മൾ ചീർണികളൊക്കെ പങ്കുവെച്ചു. അപ്പം നമ്മുടെ മൊയ്തീനും അബുവും അവരൊക്കെ ഇന്ന് ഫുഡ് കഴിക്കുമ്പോഴേക്കും ഞാൻ ദാദിമയ്ക്കും മണിക്കും ഭാര്യ കൊടുക്കണം. ഞാൻ ആദ്യം അവർക്കുള്ളത് കൊണ്ടു കൊടുത്തിട്ടാണ് പിന്നെ അമ്മയുടെ കൂടെ ഇവിടെ വന്നിരുന്ന് കഴിക്കാനിരുന്നത്. അങ്ങനെ ഇനി 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ മച്ചാൻ്റെ അത്തയുടെയും പാർട്ടിയാണ്. അതും എൻ്റെ മാമു തന്നെയാണ്, എൻ്റെ കുപ്പിയും മാമുമാണ്. അപ്പോൾ ഉച്ചയൂണിൻ്റെ റീലെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം ചൂട്ടോടെ അതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചതാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതേ രാത്രിയിലത്തെ വിശേഷമാണ്. രാത്രി മക്കൾ കമ്പിത്തിരിയും പടക്കം. ആദ്യം നമ്മുടെ അബുക്കുട്ടൻ കുറച്ച് കമ്പിത്തിരിയൊക്കെയാണ് മേടിച്ച് കൊണ്ടുവന്നത്. നമ്മുടെ സപ്പുക്കുട്ടി തിരിക്ക് ആദ്യം തീ കൊടുത്തു, ഉദ്ഘാടനം ചെയ്തു വെച്ചു. അങ്ങനെ സപ്പുവിൻ്റെ ഉദ്ഘാടനത്തോടു കൂടി നമ്മുടെ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലും ഉന്തലും ഡാൻസും ബഹളക്കായി. പാപ്പുകൂട്ടനും ദാദിമേനെ പിന്നെ വേഗം ഞങ്ങളകത്തേക്ക് ആക്കി കഥ കടച്ച് ദാദിമയ്ക്ക് ശ്വാസം മുട്ട് വരുന്നതാണ്. പിന്നെ അവിടെ ഒരു ബഹളമയമായിരുന്നു. തലച്ചക്രത്തിൽ നിന്ന് പ്രാന്ത് പിടിച്ചെന്നോ മത്താപ്പിന് വട്ടായിന്ന് എന്തൊക്കെ സപ്പുവിൻ്റെ ഭാഷകളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല എന്താ പറയുക ഒരുപാട് വണ്ടടിച്ചിരുന്നു അവരെ വർത്തമാനങ്ങളൊക്കെ കേട്ട്. സാധാരണ മൊയ്തീനും നമ്മുടെ അബുക്കുട്ടനൊക്കെ തമ്മിൽ ചെറിയ ചെറിയ ഇണക്കം വിണക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത്തവണ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇതേ രണ്ടാളും ശരിക്കും എൻജോയ് ചെയ്തു. ആദുക്കുട്ടൻ ഉണ്ടായിരുന്നില്ല. ആദുക്കുട്ടനാണ് നമ്മുടെ ലീഡർ ആവാറ്. ആദുക്കുട്ടൻ ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ നമ്മുടെ പടക്കം കുറച്ച് സംഭവങ്ങളൊന്നും ഇല്ലാണ്ടായി. ഇപ്പോൾ നമ്മുടെ മൊയ്തീൻ വീണ്ടും കാശൊക്കെ എടുത്ത് കൊടുത്ത് അവർ 3 പോയി വീണ്ടും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. പടക്കമൊന്നും നമ്മുടെ അബുക്കുട്ടൻ മേടിച്ചിട്ടുണ്ടായില്ലേ. അപ്പം നമ്മുടെ അണ്ണൻ്റെ മോൻ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ലാസ്റ്റ് കലാശക്കൂട്ടൊക്കെ കഴിഞ്ഞ് മദിനി അമ്മയും അവരൊക്കെ അവർ വീട്ടിലേക്ക് പോയി. ഞങ്ങൾക്കെല്ലാം എടുക്കും നാളെ കാലം. അങ്ങനെ നമ്മുടെ സപ്പു തുടങ്ങി വെച്ചതും സപ്പാണ് അവസാനിപ്പിച്ചതും സപ്പു തന്നെ. അങ്ങനെ മൊയ്തീൻ്റെ അടിപൊളി ഡാൻസോടുകൂടി നമ്മുടെ ഈ പ്രോഗ്രാം അവസാനിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ സപ്പുകുട്ടിയെല്ലാം പോയി. അത് ഞങ്ങൾ അടുപ്പിച്ച് അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് കമ്പിത്തിരി അങ്ങോട്ട് കത്തിച്ച് അങ്ങോട്ട് അവസാനിപ്പിച്ചു. എന്തായാലും മൊയ്തീൻ്റെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ, സി യു. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഇനിയും അടുത്ത വിഷു ആകുമ്പോഴേക്കും എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബറും ഇതും അങ്ങനെ ഞങ്ങൾ രാത്രിയിലത്തെ ഭക്ഷണവും കഴിച്ചു. ഓക്കെ, ഗുഡ് ബൈ, ഓക്കെ, സി യു, ടാറ്റ.